gentlemen, it's time for us to enjoy this program. So, let's start this program. I invite everybody for this Vadalings program. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നമുക്കറിയാം, നമുക്കൊക്കെ ഓരോ സ്വപ്നങ്ങളാണല്ലേ ഒരു മനുഷ്യന്മാർക്ക്. അതായത് ഒരു വീട് വേണം, അതുപോലെ തന്നെ ഒരു കല്യാണം, കല്യാണത്തിന് ശേഷം ഒരു കുട്ടി. അപ്പം ആ ഒരു കുട്ടി എന്നുള്ള സ്വപ്നം നിങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ARMCAGസിലൂടെ ആണെങ്കിൽ, നമ്മൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ജനറേഷൻ എന്ന് പറയുന്നത് ARMCAGസിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ കാലമായിട്ട് നമുക്ക് വിഷമിച്ചിരുന്നൊരു കാര്യത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ARMCAGs എന്ന് പറയുന്ന ഈ പെരിന്തൽമണ്ണയിലുള്ള ഒരു സ്ഥാപനം നിങ്ങൾക്കൊക്കെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഇവൻറ്റിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വണ്ടർലിങ്സ് എന്നാണ്, വേർ വണ്ടർ ബിഗിൻസ് അല്ലേ. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വണ്ടേഴ്സ് ആരംഭിക്കുന്നത് മക്കളിലൂടെയാണ്. മക്കൾ ജനിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പേസും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രീതികളും ഒക്കെ മാറി മറിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും. തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് സമയം നമ്മളെല്ലാവരും ARMCAGs ഫാമിലീസിലുള്ള ഒരു ഫാമിലി മീറ്റ് തന്നെയാണ് സത്യം പറഞ്ഞത്. അപ്പം അടിച്ചു പൊളിക്കണ്ടേ? ARMCAGസിലെ സ്വന്തം കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം വളരെ ഒട്ടും ചിരിക്കാത്ത അല്ലെങ്കിൽ സങ്കടത്തോടു കൂടിയ മുഖങ്ങളായിട്ട് OPയിൽ വന്നിട്ടുള്ള പലരും ഇന്ന് വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ആഹ്ലാദമായിട്ട് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ശരിക്കും നന്ദി പറയുകയാണ്. ഫെസീന ഡോക്ടർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും. കാരണം ഫെസീനയാണ് എംബ്രിയോളജി ലാബിൽ ആക്ച്വൽ IVF ICSI ചെയ്യുന്നത്. സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറെ പലരും ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഓപ്പറേഷൻ ചെയ്യുന്നതിന് രോഗിയെ റെഡിയാക്കുന്ന, മയക്കം തരുന്ന അനസ്തീഷ്യ ഡോക്ടറെ പലരും അറിയ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അല്ലേ? ശരിയല്ലേ? അനസ്തറ്റിസ്റ്റിനെ ആരും അറിയില്ല. പക്ഷേ ആ അനസ്തറ്റിസ്റ്റിൻ്റെ കൈകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയുടെ ജീവൻ. അവർ കൃത്യമായി ആ രോഗിയുടെ BPയും പൾസും ഓക്സിജനും എല്ലാം മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഒരു ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. അതേമാതിരി എംബ്രിയോളജി ലാബ് ആ 4 ചുമരുകൾക്കുള്ളിൽ ഉള്ള എംബ്രിയോളജിസ്റ്റിനെ പലരും അറിയാതെ പോകും. പക്ഷേ ഒരു IVF ICSI ട്രീറ്റ്മെൻറ്റിൻ്റെ ക്ലിനിഷ്യനോടൊപ്പമോ അതിൽ കൂടുതലോ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് എംബ്രിയോളജി ടീം. അപ്പോൾ ARMCAGs ഹോസ്പിറ്റലിൽ എംബ്രിയോളജി ടീം ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ ഫെസീനയാണ്. 2005 മുതൽ IVF ടീമിൽ എംബ്രിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഫെസീന. അതോടൊപ്പം ഈ IVF ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിനിക്കൽ വർക്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ആ ക്ലിനിക്കൽ വർക്ക്സ് കോർഡിനേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള 2 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഒന്ന് ഡോക്ടർ റൈഹീൻ. ഡോക്ടർ റൈഹീൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആ 2018-19 പലരും കണ്ടിട്ടുണ്ടാവില്ല. അന്ന് പലരും കണ്ടിട്ടുണ്ടാവുക എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജിതേന്ദ്രനെ ആയിരിക്കും. ഡോക്ടർ ജിതേന്ദ്ര പോയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റിൽ ചാർജ് എടുത്താണ് ഡോക്ടർ റൈഹീൻ. പിന്നെ ഡോക്ടർ വിവേക് കൂടെ ഉണ്ടോ? ഡോക്ടർ വിവേക് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ കൂടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്ര പേരാണ് ഞങ്ങൾ IVF ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. ഇത് ഡോക്ടർ നിലാർ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പ്രിയ കം. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളെയൊക്കെ പിന്നെ മറക്കും. പിന്നെ അതിന് ശേഷം കാണുന്ന, കാരണം കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ പിന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. കാരണം നിങ്ങളെ തന്നെ മറക്കും, കൂട്ടത്തിൽ നമ്മളെ മറക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ ആദ്യം നോക്കുന്ന
ആദ്യം കുഞ്ഞുങ്ങൾ കണ്ണിൽ പെടുന്ന ഒരാളാണ് ഡോക്ടർ പ്രിയ, നിയോനാറ്റോളജിസ്റ്റ്. അതിനുശേഷം ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഡോക്ടർ നിലാർ, പീഡിയാട്രിഷ്യൻ ആണ്. പക്ഷേ ഡോക്ടർ നിലാർ പീഡിയാട്രിഷ്യനേക്കാളും ഉപരി കോളേജ് മുതൽ എൻ്റെ ഒരു സുഹൃത്താണ്. കൂടാതെ ARMC AGS ഹോസ്പിറ്റലിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഡോക്ടർ നിലാർ. അപ്പോൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഈ ഇതിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ നിന്നിത് പുണ്ണാന നെഞ്ചേ പുണ്ണാന കയ്യാൽ പോലെ நான் பார்த்து நின்று காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்து நின்று பொன்மானம் எங்கும் என் மின்னல் தோன்றுமா கண்ணீரால் மேகம் தூரும் கண்ணீர் சேரும் கண்டாய் மாறுமா ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ യെസ്, ഇപ്പം എന്തും ഏതും നമ്മൾ തുടങ്ങേണ്ടത് ഒരു മധുരം വെച്ചുകൊണ്ടാണ് അല്ലേ? ഒരു മധുരം തന്നുകൊണ്ട്, ഒരു ജീവിതത്തിൻ്റെ മധുരം തരുന്ന ആളുകൾ. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഒരു മധുരം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഒരു കേക്ക് കട്ടിങ് സെറിമണിയാണ്. അപ്പം ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു കേക്ക് കട്ടിങ്ങിനായിട്ട് നമ്മുടെ ചെയർമാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ CEO നമ്മുടെ നിലാർ സർ, യെസ് കൃഷ്ണകുമാർ സർ, പ്ലീസ് ക്യാം. യെസ്, ഇപ്പോഴാണ് വണ്ടർലിങ്സ് വേർ വണ്ടർ ബിഗിൻസ് എന്ന് പറയുന്ന ആ ടാഗ് ലൈൻ അന്വർത്ഥമാകുന്നത്. ശരിക്കും ഒരു വണ്ടർ തന്നെയാണ്. ARMC AGSലൂടെ ഒരുപാട് കുരുന്നുകൾ, ആ കുരുന്നുകളോടൊപ്പം ഒരു കേക്ക് കട്ടിങ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കുറേ മാലാഖ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പാടാൻ പറ്റുന്നൊരവസ്ഥ. ഫസ്റ്റ് ടൈമാണ്. ആ ഒരു ഹാപ്പിനെസ് എൻ്റെ മുഖത്തും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ചിരിക്കുന്ന ആളുകളുടെ മുഖം മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും മനുഷ്യട്ടാ. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നം യാഥാർത്ഥ്യമായ കുറേ ആളുകളുടെ മുഖങ്ങൾ കാണുമ്പോൾ സന്തോഷം. എല്ലാരും ചൊല്ലിടതല്ലിവൊരു കാര്യക്കാരൻ മുഞ്ചാണി തെങ്ങി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാനൻ കടലാണി നീന്തി കയറിയ പോലിശയുള്ളൊരു ബാല്യക്കാരൻ മുഞ്ചാണി ലെങ്കി കണ്ണൻ ചുന്തൊരു ചെഞ്ചൊടിമാരൻ. മണിയറ തുറക്കണ ചിരിയുണ്ട്, ചിരിയിൽ ജയില് പൊതിഞ്ഞുണ്ട്. അറിവുള്ള കണക്കിന് കഥയാണ് പറയാനേറുണ്ട്. അപ്പം AGS എന്ന പേര് ഒറ്റ ശ്വാസത്തിൽ എത്ര ദൈർഘ്യത്തിൽ പറയാൻ പറ്റും നോക്കാം. ആ ടൈം നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. ടൈം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട്. അപ്പം
മാന്ത്രിക ചെപ്പ് തുറക്കാൻ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിൽ നിന്നും വന്നിരിക്കുന്ന ഇദ്ദേഹം 2022 URF വേൾഡ് ടാലന്റ് അവാർഡ് വിന്നറാണ്. 2022-23 വർഷങ്ങളിൽ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു മജീഷ്യൻ കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ വ്യക്തിഗത ഗിന്നസ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പൊളിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമാണിത് മാജിക്. കാരണം എന്താ, നമുക്ക് ട്രിക്ക് പഠിക്കണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രിക്ക് എന്താ പറയുക, വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ്. തീർച്ചയായിട്ടും മിസ്റ്റർ ആൽബിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് മിസ്റ്റർ ആൽബിൻ വേദിയിലേക്ക് വരണം. പാട്ട് വേണോ സമ്മാനം വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏതാ പാട്ടായിക്കോട്ടെ, ഏത് പാട്ട് വേണം? പഴയത് വേണോ പുതിയത് വേണോ? പഴയതായിക്കോട്ടെ. അപ്പം ഒരു പഴയ ഗാനത്തിനായിട്ട് ഞാൻ ജംഷീദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. मजार का ऐ काश भूल जाओ मगर भूलता नहीं, इस धूम से उठाता जनाजा बहार का। ये दुनिया ये महफिल मेरे काम की नहीं, मेरे काम की नहीं। ARMC AG's ഹോസ്പിറ്റലിൻ്റെ ചിൽഡ്രൻസ് ഹെൽത്ത് പ്രിവിലേജ് കാർഡിൻ്റെ ലോഞ്ചിങ് സെറിമണിയാണ് അടുത്തതായിട്ട് വേദിയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് നിങ്ങളിലേക്ക് സാർ എത്തിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് ലോഞ്ച് ചെയ്യാമല്ലേ സാർ? ഇത് ഒരു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു ഹെൽത്ത് പ്രിവിലേജ് കാർഡാണ്. അതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ആ കാർഡിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, എന്തൊക്കെയാണ് അത് ആക്റ്റീവ് ആക്കാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചെറിയ അതിൻ്റെ ഒരു ബ്രോഷറും കാർഡും നിങ്ങൾക്ക് പോകുമ്പോൾ കിട്ടുന്നതായിരിക്കും. അവൈലബിൾ ആണല്ലോ. അത് ഒരു അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ ഏജീസ് ഹോസ്പിറ്റൽ സന്ദർശിച്ചിട്ട് നിങ്ങളത് ആക്റ്റീവ് ആക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി 12 വയസ്സാകുന്നത് വരെയുള്ള ബെനിഫിറ്റ്സ് അതിൽ അവൈലബിൾ ആയിരിക്കും. കാർഡ് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാർഡ് നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ അത് കാർഡും അതിനോടൊപ്പമുള്ള ഫ്ലയറും വാങ്ങാൻ മറക്കരുത്. താങ്ക് യു. പ്രിവിലേജ് കാർഡിൻ്റെ ലോഞ്ചിങ് സെറിമണി ഒരു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ARMC AGSൽ നിന്നും ഇതും നിങ്ങളിലേക്ക് ഏറ്റെടുക്കാം. അപ്പം നമുക്ക് സമ്മാനത്തിലേക്ക് പോവാം. മോളുടെ പേരെന്താ? ജമീമ. ഓക്കെ, അപ്പം ജമീമയിൽ നിന്നും നല്ലൊരു സമ്മാനം ഏറ്റുവാങ്ങാൻ പോകുന്നു. യെസ്, ആ സമ്മാനം തിരികുന്ന ജമീമയ്ക്കാണ് ഇപ്പോൾ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒരു നല്ല ഗൈഡ് കൊടുക്കാം. യെസ്, അപ്പം അടുത്ത സമ്മാനം തരാൻ പോകുന്നത് എനിക്കൊരു 5 വീട്ടമ്മമാരെ വേദിയിലേക്ക് വേണം പെട്ടെന്ന്. ബുഷ്ര. ഓക്കെ. സുമ. നിംഷത്ത്. മോസിന. ഓക്കെ. ഷഫ്ന. ഓക്കെ. അപ്പം ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്, ആദ്യമേ പറയാം. അപ്പം ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഉറക്കെ ആൻസർ അല്ല വിളിച്ചു പറയുന്നത്, ക്ലൂ മാത്രം കൊടുക്കാം. ആൻസർ വിളിച്ചു പറഞ്ഞാൽ ഔട്ടാക്കി കളയും. ക്ലൂ മാത്രം കൊടുക്കാം. എങ്ങനെ സഹായിക്കണം, എന്താണ് ഗെയിം എന്ന് ഞാൻ പറയാം. മലയാളത്തിലെ ഓരോ അക്ഷരങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നു.
ഏതക്ഷരമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ തുടങ്ങുന്ന അടുക്കളയിലുള്ള എന്തും പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഇന്ന മരത്തിൽ നിന്നും കിട്ടുന്നത്, കടലിൽ നിന്നും കിട്ടുന്നത്, എരിവുള്ളത്, പുളിയുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ മത്സരം ഇവിടെ നടക്കുമ്പോഴേക്കും ഒരു ബഹളമയമാവണം. റെഡിയല്ലേ? ആയിൽ തുടങ്ങുന്ന അടുക്കളയിലുള്ള എന്ത് വേണമെങ്കിലും ആക്ഷൻ കാണിച്ചു കൊടുക്കാം, ക്ലൂ മാത്രം കൊടുക്കാം. ആ വസ്തുവിന്റെ പേര് വിളിച്ച് പറയരുത്. ടൈം സ്റ്റാർട്ട്. ചോറ് എന്തുകൊണ്ടുണ്ടാക്കുന്നു? അടുപ്പ്. അടുപ്പ്. ചോറ് എന്തുകൊണ്ടുണ്ടാക്കുന്നു? എന്നാ അരി. പിന്നെ ആ വെച്ചിട്ട് അടുപ്പ്, അരി. പിന്നെ അരയ്ക്കാൻ നമ്മൾ ഒന്ന് ആക്ഷൻ കാണിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ക്ലൂ. അമ്മി. അവിടെ അങ്ങനെ ആട്ടുന്നത് കാണിക്കുന്നത്. യെസ്, അമ്മി. പിന്നെ അമ്മി. പിന്നെ മൂന്നിൽ നിൽക്കുന്ന ആ വെച്ചിട്ട് തൊട്ട് നക്കുന്നത് എന്താണ്? തൊട്ട്. ഓക്കെ, അച്ചാറ്. പിന്നെ അച്ചാറ്. നാല് നിൽക്കുന്നു. അതാ നിലാർ സാർ. പറയണ്ട, ആൻസർ പറയണ്ട. അച്ചപ്പം. അവളാണ്, എന്നാലും കുഴപ്പമില്ല. 5 ഇനി പറയാൻ മതി. 5 നിൽക്കുന്നു സദ്യ. ആലോചിക്കും, സദ്യയിൽ എന്തൊക്കെ? അവിയല്. പിന്നെ 6 നിൽക്കുന്നു പച്ചമുളക്. പിന്നെ പച്ചക്കറികൾ. ഓക്കെ, 4 നിൽക്കുന്നു. മൈക്കിൽ പറ. പാത്രം. ഓക്കെ, 5 നിൽക്കുന്നു. 5 ക്ലൂ കൊടുക്ക്. ക്ലൂ. പായസം. 6 പപ്പടം. 7 നിൽക്കുന്നു. പരിപ്പ്. 8 നിൽക്കുന്നു. 8 കറി. 3 നിൽക്കുന്നു. മുറിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? കത്തി. പിന്നെ 4 നിൽക്കുന്നു. പോന്നോട്ടെ ക്ലൂ. ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ? കൊടുവാള്. അതാണോ? കുപ്പി. ഓക്കെ, 6 നിൽക്കുന്നു. 11 കിണർ. അടുക്കളയിൽ നടുവില്. തക്കാളി. 1 സാമ്പാർ. ആലോചിച്ചാൽ മതി. സാമ്പാറിൽ എന്തൊക്കെ ഇടും? തക്കാളി. കേരളം എന്തിന്റെ നാടാണ്? തേങ്ങ. കറക്റ്റ്, തേങ്ങയുടെ നാടാണ് കേരളം. പിന്നെ തോരൻ. പിന്നെ എന്തോ ഒരു പരിപ്പ്. എന്ത് പരിപ്പ്? തൂരപ്പരിപ്പ്. ഓക്കെ, ച എന്ന അക്ഷരം. ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. ചാ വെച്ചിട്ട് തേങ്ങ നമ്മൾ എന്ത് ചെയ്യും? ചിരവ. പിന്നെ എന്തിനാണ് ഈ ഒരു ചമ്മന്തി. പിന്നെ ഉച്ചക്ക് നമ്മൾ എന്ത് കഴിക്കും? ചോറ്. പിന്നെ അടുത്തത് ചോറ്. പിന്നെ അക്കുമുയരണല്ലോ ആവോ ദാമാരോ, ആര് വരവിരുന്നേ ആവോ ദാമാരോ, മിമ്പ് മുറുകണല്ലോ ആവോ ദാമാരോ, പല്ലുമെരിയണേ. ആളൊരു സാധാരണക്കാരനല്ല, വളരെ വിശിഷ്ടമായൊരു വ്യക്തിയാണ്. നമ്മളെ റഹീൻ ഡോക്ടറുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അതിൽ ഐഡിയലായിട്ട് സമ്മാനം കൊടുക്കേണ്ടത് റഹീൻ ഡോക്ടർ തന്നെയാണ്. യെസ്, അപ്പം ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെന്നും ഓർക്കാനുള്ള നല്ലൊരു സമ്മാനം വൈഫ് ഹസ്ബൻഡ് കൊടുക്കുന്നു, നമ്മുടെ ജാബിർ സാറിന് കൊടുക്കുന്നു. ഒരു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ സമ്മാനം എത്തിക്കാം. ഒരു നല്ല സമ്മാനം നമുക്ക് കൊടുക്കാം. നല്ല സമ്മാനം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? അംഗീകാരത്തിന്റെ പ്രതീകമായ, പ്രോത്സാഹനത്തിന്റെ പ്രതീകമായ നല്ലൊരു ഗൈഡ് കൊടുക്കാം. തരാം. 1 2 3 4 5 6 7 8 9 10 സ്പീഡില് 10 11 12 13 15. ഒരു നല്ല ഗൈഡ് കൊടുക്കാം. നമസ്കാരം, എൻ്റെ പേര് സിറാജ് മുസ്തഫ, മഞ്ചേരിയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. മറ്റുള്ള ഡോക്ടേഴ്സും അവിടുത്തെ മറ്റ് സപ്പോർട്ടും എല്ലാം നന്നായിരുന്നു. എൻ്റെ പേര് സുരേഷ് ബാബു, ഇപ്പോൾ പുഴക്കാട്ടി പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ഡോക്ടർമാരും നൽകിയ നിർദ്ദേശത്തിന് ഫലമായി 2019 ഒക്ടോബർ 28 എനിക്ക് 16 കൊല്ലത്തിന് അല്ലെങ്കിൽ 17 കൊല്ലത്തിന് ശേഷം ഒരു മോള് പിറന്നു. അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുമ്പിക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്കു നിന്നെയാണോ മലയേറെ ഇഷ്ടം? ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ? നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. കാതും നോക്കുത്തിട്ട് മാണിക്ക് കല്ലിന്റെ കമ്മലിടും നേരം,
മിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. ARMC കുടുംബാംഗങ്ങളെ എന്നുദ്ദേശിക്കുമ്പോൾ ARMCയിലെ ജീവനക്കാർ മാത്രമല്ല, അവിടെ നിന്നും സന്തോഷത്തോടുകൂടെ അവിടെ വന്ന് തിരിച്ചുപോയ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു നന്ദിയുടെ ആവശ്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് എന്നുള്ളത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ ARMCയിലെത്തുന്ന ഒരുപാട് പേർക്ക് സന്തോഷം നൽകുവാനായി നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നും നമ്മളുടെയോ അല്ലെങ്കിൽ ആശുപത്രിയുടെയോ അല്ലെങ്കിൽ ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരുടെയോ ഒരു കഴിവാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഉത്തരവാദിയായ ദൈവം, അവൻ മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാധിക്കുമെന്നു. അവിടെ വരുന്ന എല്ലാവർക്കും അവരുടെ സന്തോഷം പങ്കുവെക്കാൻ നമുക്കായി എന്ന് നമുക്ക് അല്ലെങ്കിൽ നൽകുവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇതെല്ലാം സർവശക്തൻ്റെ ഒരു കഴിവാണെന്ന് വിശ്വസിക്കുന്ന ഒരാണ് ഞാനും, ആശുപത്രിയിലുള്ള എല്ലാവരും, ഡോക്ടർ കുഞ്ഞുമൊയ്തീനടക്കം. അതിനൊരു നിമിത്തമാകുന്നു എന്നാണ്, അതിന് ഞങ്ങളൊരു നിമിത്തമാകുന്നു എന്ന് ഞങ്ങൾ പറയാൻ സാധിക്കുന്നു. എന്നിരുന്നാലും ഇന്നിവിടെ രാവിലെ വന്ന് ഇതുവരെ ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം തന്നെ നിങ്ങളുടെ സന്തോഷവും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ച ആ നിഷ്കളങ്കരമായ കുരുന്നുകളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ കൂട്ടായ്മ ഒരു വൻ വിജയമായി എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ARMCയോടൊപ്പം ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഈ ഇന്നത്തെ ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിന് നന്ദി പറയേണ്ട ഒരു ടീമാണ് ഇന്നത്തെ നമ്മളുടെ ഇവൻറ്റുകൾ അവതരിപ്പിച്ച മനീഷ്, സച്ചിൻ, ജംഷി. ഇവരുടെയൊക്കെ നാടൻ പാട്ടും ഡാൻസും വൈബ്രൻസും മനീഷിൻ്റെ ചോദ്യങ്ങളും ഇൻവോൾവ്മെൻറ്റും എല്ലാം ആക്ച്വലി ഇന്ന് ഇതിനെ വേറെ എന്തിനേക്കാളും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷപ്രദമാക്കാൻ സഹായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത ഒരു ആളുണ്ട്, മിസ്റ്റർ ഫവാസ്, ഷംഷീർ, അനിമ, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് സംഗീത സിയർ. ഇവരെ കൂടാതെ ARMC ഹോസ്പിറ്റലിലെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇവരൊക്കെയാണ് ഈ പ്രോഗ്രാം വളരെയധികം ലൈവാക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാവരെയും പങ്കെടുപ്പിക്കുവാനും എല്ലാം പിന്നണിയിൽ പ്രവർത്തിച്ച പ്രധാന പ്രവർത്തകർ. ഇവരോടൊപ്പം തന്നെ ഓരോ സ്റ്റാഫ് അംഗങ്ങളും നമ്മുടെ എല്ലാവരും, ഇപ്പം ഇന്നിവിടെ നമ്മുടെ പല സ്റ്റാഫ് അംഗങ്ങളും നമ്മുടെ ഈ പ്രവർത്തനത്തിനായിട്ട് മുന്നോട്ടുണ്ട്. എല്ലാവരും, പ്രത്യേകിച്ച് ഒരാളെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനല്ല, എല്ലാവരും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാണ്. എല്ലാവർക്കും ഹോസ്പിറ്റലിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഒരു പ്രത്യേകം ഒരു ഹഗ്, നന്ദി എന്ന് പറയാനില്ല. ഇപ്പോൾ നേരത്തെ ഒരുപാട് പേരുടെ പേരൂടെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിൽ പേര് പറയാത്ത ഒരുപാട് പേര് നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്, വേദിക്ക് താഴെയും വേദിക്ക് പുറത്തുമുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ARMC ഏജീസ് മാനേജ്മെൻറ്റ് പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ കളർഫുള്ളാക്കിയ നമ്മളെ ഈ കാലിക്കറ്റിൽ നിന്നുള്ള മനീഷ് ടീമിന് നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ലേറ്റ് ആയതുകൊണ്ട് പരിചയപ്പെടുത്താൻ മറന്നുപോയ ഒരാളുണ്ട്, ഡോക്ടർ സംഗീത വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് എഗ്ഗ് കളക്ട് ചെയ്യാന്നുള്ളത് ഓവറിൽ നിന്ന്. അതിന് മയക്കം തന്നിട്ട് വേണം കളക്ട് ചെയ്യാൻ. അപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട്, അതായത് എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കി വളരെ ശ്രദ്ധയോടുകൂടി അനസ്തേഷ്യ തരുന്ന ഒരു ഡോക്ടറാണ് ഈ നിൽക്കുന്ന ഡോക്ടർ സംഗീത. ഇത്രയും എന്താ പറയുക, എല്ലാവരുടെയും ദീർഘകാലത്തെ സ്വപ്നമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള അതിൻ്റെ ഒരു
ചെറുതായിട്ടെങ്കിലും ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ, എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ മിസ് ചെയ്ത ഒരാളാണ് ഡോക്ടർ അശ്വതി. അശ്വതി ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പലരുടെയും ഡെലിവറി എടുത്തിട്ടുള്ള ഡോക്ടറായിരിക്കും ഡോക്ടർ അശ്വതി. അശ്വതിക്കൊരു ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അശ്വതി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു.